തൃശൂർ ആസ്ഥാനമായി ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ഹോപ്പ് സൈക്കോളജി കൗൺസിലിംഗ് സെന്ററിൽ കുട്ടികൾ, കൗമാരക്കാർ, മുതിർന്നവർ, പ്രായമായവർ എന്നിവർക്കായി സമഗ്രമായ മാനസിക സേവനങ്ങൾ, എല്ലാവരുടെയും മാനസിക ക്ഷേമത്തിലേക്കുള്ള ഒരു പുതിയ യാത്രയുടെ തുടക്കം കുറിക്കാൻ ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ, ഓപ്പോസിറ്റ് സരോജ ഹോസ്പിറ്റൽ, ഷൊർണൂർ റോഡ്, തൃശൂർ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനിരയായ സ്ത്രീ നൽകിയ പരാതിയെ തുടർന്ന് മുൻ ബാങ്ക് മാനേജറെ പ്രതി ചേർത്ത് കേസെടുക്കാൻ കോടതി ഉത്തരവ്. മാപ്രാണം മുത്രത്തിപ്പറമ്പിൽ ബിജു കരിമിനെതിരെയാണ് കേസെടുക്കാൻ ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. മൂർക്കനാട് പെയ്യറ ഗൗതമന്റെ ഭാര്യ ജയക്ഷിയാണ് പരാതി നൽകിയത്. നിരവധി തവണ പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും നടപടി ഉണ്ടാക്കാത്തതിനെ തുടർന്ന് കോടതിയെ സമീപിച്ചത്. ജയക്ഷിയുടെ ഭർത്താവ് ഗൗതമൻ 2013 ബാങ്കിൽ നിന്നും 5 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. പിന്നീട് അടച്ചു തീർക്കുകയും കുറച്ചു പണം സ്ഥിര നിക്ഷേപം ഇടുകയും ചെയ്തു. 2018 ജയശ്രീയുടെ ഭർത്താവ് ഗൗതമൻ മരിച്ചു. 2022 യുവതിയുടെ വീട്ടിലെത്തിയ ബാങ്ക് ജീവനക്കാർ ഭർത്താവിന്റെ പേരിൽ 35 ലക്ഷത്തിന്റെ വായ്പ കുടിശ്ശിക കൊണ്ടെന്ന് അടച്ചു തീർക്കാനെന്നും ആവശ്യപ്പെട്ടു. വ്യാജ വായ്പയാണിതെന്ന് ചൂണ്ടിക്കാട്ടി യുവതി പോലീസിലും ക്രൈംബ്രാഞ്ചിലും പരാതിപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല. പിന്നാലെയാണ് കോടതിയെ സമീപിച്ചത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിൽ മുഖ്യപ്രതിയാണ് ബിജു കരീം. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.